ഇന്ന് നോക്കാൻ പോകുന്നത് 5/10/2024 എറണാകുളം വയനാട് ജില്ലയിൽ ചോദിച്ച LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 133/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവന 1 പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പ്രസ്താവന 2 പറയുന്ന സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് എനിക്ക് ശേഷം പ്രളയം. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്ക് ശേഷം പ്രളയം. ഇനി സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവം ഏതാണെന്ന് വെച്ചാൽ അത് റഷ്യൻ വിപ്ലവമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി ശ്രീ ചിത്തിര തിരുനാൾ, ഓപ്ഷൻ സി മഹാരാജ കേരളവർമ്മ, ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. അത് ഓപ്ഷൻ സി മഹാരാജ കേരളവർമ്മയാണ്. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മ. കേരളത്തിന്റെ ഏകീകരണം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് കേരളവർമ്മയാണ്. കേരളത്തിന്റെ ഏകീകരണം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് കേരളവർമ്മയാണ് കേട്ടോ. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് കേരളവർമ്മ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ആരാണെന്ന് വെച്ചാൽ അത് കേരളവർമ്മയായിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പ്രസ്താവനകൾ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. അപ്പം അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. ആര്യ സമാജ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണെന്ന് വെച്ചാല് അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1824 ഫെബ്രുവരി 12 ഗുജറാത്തിലാണ് ജനിച്ചത്. 1824 ഫെബ്രുവരി 12 ഗുജറാത്തിൽ ജനിച്ചു. ഇനി ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ അത് ദയാനന്ദ സരസ്വതിയാണ്. ഇനി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് വെച്ചാൽ അത് ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് വെച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഒന്നുകൂടെ പറയാം. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവന 1 പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം. മൂന്നാമത് പറയുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. നാലാമത് പറയുന്നത് ചാന്നാർ ലഹള. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇവയൊക്കെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വർഷം 1917. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ പ്രക്ഷോഭം ഏതാണെന്ന് വെച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ പറയുന്നത് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഓപ്ഷൻ ബി പറയുന്നു മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ്. ഓപ്ഷൻ സി ലാല ലജ്പത് റായ് ആൻഡ് ബാലഗംഗാധര തിലക്. ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. അത് ഓപ്ഷൻ എ മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരാണ്? അത് അലി സഹോദരന്മാരാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് മൗലാന ഷൗക്കത്ത് അലിയാണ് കേട്ടോ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇൻസാറ്റ് 3DS, ഓപ്ഷൻ ബി ഇൻസാറ്റ് 1, ഓപ്ഷൻ സി ഇൻസാറ്റ് 2, ഓപ്ഷൻ ഡി ഇൻസാറ്റ് 3. അത് ഓപ്ഷൻ എ ഇൻസാറ്റ് 3DS ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇനി ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2024 ഫെബ്രുവരി 17 കേട്ടോ. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2024 ഫെബ്രുവരി
17-നാണ്. വിക്ഷേപണ വാഹനം ചോദിച്ചാല് GSLV F-14 ആണ്. കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ഇൻസാറ്റ് ശ്രേണിയിലെ ഏറ്റവും പുതിയ ഉപഗ്രഹമാണിത്. ഒന്നുകൂടെ പറയാം. കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ഇൻസാറ്റ് ശ്രേണിയിലെ ഏറ്റവും പുതിയ ഉപഗ്രഹമാണ് ഈ ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ഈ ഉപഗ്രഹത്തിന്റെ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ 10 വർഷമാണ്. ഉപഗ്രഹത്തിന്റെ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ അത് 10 വർഷമാണ്. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ടെലസ്കോപ്പ്, ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്, ഓപ്ഷൻ സി മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ഡി കാലിഡോസ്കോപ്പ്. അത് ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ് കേട്ടോ. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ അത് സ്റ്റീരിയോസ്കോപ്പ് ആണ്. ഇനി 8-ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ കോണ്ടൂർ, ഓപ്ഷൻ ബി ഐസോബാർ, ഓപ്ഷൻ സി ഐസോതേം, ഓപ്ഷൻ ഡി ഐസോഹാലൈൻ. അത് ഓപ്ഷൻ എ കോണ്ടൂർ ആണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്ന് ചോദിച്ചാല് അത് കോണ്ടൂർ ആണ്. കോണ്ടൂർ. ഇനി ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്ന് ചോദിച്ചാല് അത് ഐസോബാർ ആണ്. ഐസോബാർ. ഇനി ഒരേ ഊഷ്മാവുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഒരേ ഊഷ്മാവ്, ഒരേ ടെമ്പറേച്ചർ, അത് ഐസോതേം ആണ് കേട്ടോ. ഐസോതേം. ഇനി ഒരേ ലവണാംശമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്ന് വെച്ചാൽ അത് ഐസോഹാലൈൻ ആണ്. ഒരേ ലവണാംശമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്ന് വെച്ചാൽ അത് ഐസോഹാലൈൻ ആണ്. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ, ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ആനമല കുന്ന്, ഓപ്ഷൻ ബി കാർഡമം കുന്ന്, ഓപ്ഷൻ സി നല്ലമല കുന്ന്, ഓപ്ഷൻ ഡി നീലഗിരി കുന്ന്. അത് ഓപ്ഷൻ ഡി നീലഗിരി കുന്നാണ്. നീലഗിരി കുന്നിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ദോഡാബേട്ടയാണ്. എന്താണ്? നീലഗിരി കുന്നിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണെന്ന് വെച്ചാൽ ദോഡാബേട്ടയും. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ 3-ാമത്തെ കൊടുമുടിയാണ് ദോഡാബേട്ട എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ 3-ാമത്തെ കൊടുമുടിയാണ് ദോഡാബേട്ട. 1-ാമത്തെ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് ആനമുടിയാണ് കേട്ടോ. 1-ാമത്തെ കൊടുമുടി ആനമുടിയും 2-ാമത്തെ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് മീശപ്പുലിമലയാണ്. ഇനി 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മുംബൈ. അത് ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാല് അത് കൊൽക്കത്തയാണ്. ഇനി കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാല് അത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേരെന്താണെന്ന് വെച്ചാൽ അത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണ്. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ചിന്നാർ, ഓപ്ഷൻ ബി നെയ്യാർ, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി ചിമ്മിനി. അത് ഓപ്ഷൻ എ ചിന്നാർ ആണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം അത് 1984 കേട്ടോ. 1984 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 ഇടുക്കി ജില്ലയിലാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ, മഗർ മുതലകൾ എന്നിവ കാണപ്പെടുന്ന മേഖലയാണ് ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. നക്ഷത്ര ആമ, മഗർ മുതലകൾ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്ന സംരക്ഷിത മേഖലയാണ് ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാല് അത് പാമ്പാറാണ് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് വെച്ചാൽ അത് പാമ്പാറാണ്. ഇനി 12-ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഓപ്ഷൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഓപ്ഷൻ എ കർണം മല്ലേശ്വരി, ഓപ്ഷൻ ബി മേരി കോം, ഓപ്ഷൻ സി സൈന നെഹ്വാൾ, ഓപ്ഷൻ ഡി മനു ഭാക്കർ. അത് ഓപ്ഷൻ ഡി
മനു ഫാക്കർ ആണ് കേട്ടോ, മനു ഫാക്കർ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ഒളിമ്പിക്സില്, അതായത് 2024 പാരീസ് ഒളിമ്പിക്സിലാണ് 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് മനു ഫാക്കർ എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയില് ഒരു ഒളിമ്പിക്സില് 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്, അത് മനു ഭാക്കർ ആണ്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങില് PR ശ്രീജേഷിനൊപ്പം ഇന്ത്യൻ പതാകയേന്തിയ വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മനു ഭാക്കർ ആണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ PR ശ്രീജേഷിനൊപ്പം ഇന്ത്യൻ പതാകയേന്തിയ വനിതാ താരം ആരാണെന്ന് ചോദിച്ചാല് അത് മനു ഭാക്കർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലും 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ സരബ്ജ്യോതി സിംഗിനൊപ്പം വെങ്കല മെഡൽ നേടിയ താരമാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സില് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലും 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഡബിൾസ് വിഭാഗത്തിലും സരബ്ജ്യോതി സിംഗിനൊപ്പം വെങ്കല മെഡൽ നേടിയ കായിക താരമാണ് മനു ഭാക്കർ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? പ്രസ്താവന വായിക്കാം. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പ്രസ്താവന 1 പറയുന്നത് മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 2ാമത്തെ പ്രസ്താവന മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 3ാമത്തെ പ്രസ്താവന വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4ാമത്തെ പ്രസ്താവന പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ബന്ധമില്ലാതെ വരുന്നത് കേട്ടോ. അപ്പം മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇനി മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യമിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് വെച്ചാല് അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി വ്യവസായ ഗതാഗത പദ്ധതി എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായ ഗതാഗത പദ്ധതി എന്നറിയപ്പെടുന്നത് അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? പ്രസ്താവന 1 പറയുന്നത് 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. 2ാമത് പറയുന്നത് ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശക സമിതിയാണ്. 3ാമത് പറയുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. 4ാമത്തെ പ്രസ്താവന പറയുന്നത് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ് കേട്ടോ. നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പം 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഇനി നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുമൻ കെ ബെറിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുമൻ കെ ബെറിയും. നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അത് BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വ്യാപാര രംഗത്തുള്ള ചൈനയുടെ മുന്നേറ്റം. ഓപ്ഷൻ ബി പറയുന്നത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഓപ്ഷൻ സി പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം. ഓപ്ഷൻ ഡി പറയുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അതൃപ്തി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ. ഓപ്ഷൻ ബി ഇൻഷുറൻസ് ബാങ്കുകൾ. ഓപ്ഷൻ സി മ്യൂച്വൽ സേവിംഗ് ബാങ്കുകൾ. ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. അത് ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകളാണ് കേട്ടോ. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകളാണ്. കുറച്ച് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഷുറൻസ് കമ്പനികള്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങള്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകള്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻസ് കമ്പനികൾ. ഇതൊക്കെ എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഒന്നുകൂടെ പറയാം. ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻസ് കമ്പനികൾ.
ഇവയൊക്കെ എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. രണ്ടാമത്തെ പ്രസ്താവന, ആദ്യ കാലങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഒന്നുകൂടെ പറയാം. ഇതിന്റെ ഹരിത വിപ്ലവത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതി ആയിരുന്നു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെ ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 1ാം സ്ഥാനം, ഓപ്ഷൻ ബി 2ാം സ്ഥാനം, ഓപ്ഷൻ സി 3ാം സ്ഥാനം, ഓപ്ഷൻ ഡി 4ാം സ്ഥാനം. അത് ഓപ്ഷൻ എ 1ാം സ്ഥാനമാണ് കേട്ടോ. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് 1ാമത്തെ സ്ഥാനമാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിരാൾ ആചാര്യ, ഓപ്ഷൻ ബി ജഗദീഷ് ഭഗവതി, ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ, ഓപ്ഷൻ ഡി അമിത് മിശ്ര. അത് ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. ഇനി 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായ വ്യക്തി ആരാണ്? 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്ന വ്യക്തി അത് NK സിംഗ് ആണ് കേട്ടോ. NK സിംഗ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അനുച്ഛേദം 315, ഓപ്ഷൻ ബി അനുച്ഛേദം 323, ഓപ്ഷൻ സി അനുച്ഛേദം 313, ഓപ്ഷൻ ഡി അനുച്ഛേദം 312. അത് ഓപ്ഷൻ ഡി അനുച്ഛേദം 312 ആണ്. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അനുച്ഛേദം 312 ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 7ാമത്തെ പട്ടികയിൽ, ഓപ്ഷൻ ബി 9ാമത്തെ പട്ടികയിൽ, ഓപ്ഷൻ സി 10ാമത്തെ പട്ടികയിൽ, ഓപ്ഷൻ ഡി 6ാമത്തെ പട്ടികയിൽ. അത് ഓപ്ഷൻ എ 7ാമത്തെ പട്ടികയിലാണ്. യൂണിയൻ ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രസ്താവന 1 പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 62 വയസ്സ് വിരമിക്കൽ പ്രായം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് പ്രസിഡന്റ് ആണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് പ്രസിഡന്റ് ആണ്. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് UPSC ആണ് കേട്ടോ. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് UPSC ആണ്. ഇനി കമ്മീഷനിലെ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. കമ്മീഷനിലെ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. UPSCയിലെ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. UPSCയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി UPSC ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റിനാണ് കേട്ടോ. ഇനി UPSC ചെയർമാനെയും അംഗങ്ങളെയും പുറത്താക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നതും പ്രസിഡന്റിനാണ് കേട്ടോ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അത് അജയ്കുമാർ കേട്ടോ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. നാലാമത്തെ പ്രസ്താവന പറയുന്നു അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് KC നിയോഗിയാണ്.
ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി എന്ന് പറയുന്നത്. ഇനി ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? അത് 280 കേട്ടോ. ധനകാര്യ കമ്മീഷൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ അത് അർദ്ധ നീതിന്യായ സംവിധാനം ആണ് കേട്ടോ. ധനകാര്യ കമ്മീഷൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണെന്ന് വെച്ചാല് അത് അർദ്ധ നീതിന്യായ സംവിധാനം അഥവാ ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് കേട്ടോ. ക്വാസി ജുഡീഷ്യൽ ബോഡി. ഇനി ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇനി ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 5 അംഗങ്ങളാണ്. ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 5 അംഗങ്ങളാണ്. ഒരു ചെയർമാനും 4 അംഗങ്ങളും. ഇനി ധനകാര്യ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു 1993 രൂപീകൃതമായി. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 1, 2, 4 മാത്രമാണ് കേട്ടോ. 1993 രൂപീകൃതമായത്. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. ഇനി കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഇനി ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് ന്യൂഡൽഹിയാണ് കേട്ടോ. ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 2018 102ാം ഭേദഗതിയാണ്. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 2018 102ാം ഭേദഗതിയാണ്. ദേശീയ പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണെന്ന് വെച്ചാൽ അത് 338B ആണ് കേട്ടോ. 338B. ഇനി ദേശീയ പിന്നോക്ക കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 5 ആണ് കേട്ടോ. ദേശീയ പിന്നോക്ക കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 5 ആണ്. ദേശീയ പിന്നോക്ക കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ദേശീയ പിന്നോക്ക കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ദേശീയ പിന്നോക്ക കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയും മറ്റ് സേവന വ്യവസ്ഥകളും തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ് കേട്ടോ. ഇനി ദേശീയ പിന്നോക്ക കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റിനാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി മനോഹർ ലാൽ, ഓപ്ഷൻ സി പീയൂഷ് ഗോയൽ, ഓപ്ഷൻ ഡി ഭൂപേന്ദർ യാദവ്. അത് ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ് കേട്ടോ. ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഗ്യാനേഷ് കുമാർ, ഓപ്ഷൻ ബി ഹൻസി രാജ്, ഓപ്ഷൻ സി കിഷോർ മക്വാന, ഓപ്ഷൻ ഡി ശ്രേയ അറോറ. അത് ഓപ്ഷൻ സി കിഷോർ മക്വാനയാണ് കേട്ടോ. നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് കിഷോർ മക്വാനയാണ്. നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് അന്തർ സിംഗ് ആര്യ. നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അന്തർ സിംഗ് ആര്യാണ്. നിലവിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് വെച്ചാൽ അത് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് കേട്ടോ. നിലവിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് വെച്ചാൽ അത് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. ഇനി നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജ്യോതി വെങ്കിടാചലം, ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രൻ, ഓപ്ഷൻ സി അന്ന ചാണ്ടി, ഓപ്ഷൻ ഡി നളിനി നെറ്റോ. അത് ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രനാണ് കേട്ടോ. കേരളത്തില് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാല് അത് പത്മ രാമചന്ദ്രനാണ്. ഇനി കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണെന്ന് വെച്ചാൽ ആരാണ്? അത് ജ്യോതി വെങ്കിടാചലം ആണ് കേട്ടോ. ജ്യോതി വെങ്കിടാചലം. ഇനി ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണെന്ന് വെച്ചാൽ അതാണ് അന്ന ചാണ്ടി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണെന്ന് വെച്ചാൽ അത് അന്ന ചാണ്ടിയാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അത് നളിനി നെറ്റോയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അതാണ് നളിനി നെറ്റോ എന്ന് പറയുന്നത്.
നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണെന്ന് വെച്ചാൽ അത് എ ജയതിലകാണ് കേട്ടോ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സംയുക്തമായി. ഓപ്ഷൻ ബി പറയുന്നു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓപ്ഷൻ സി കേന്ദ്ര ഗവൺമെന്റ്. ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റ്. അത് ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റിനാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ചാൽ അത് കേരള ഗവൺമെന്റിനാണ് കേട്ടോ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നെൽവയലുകൾ. ഓപ്ഷൻ ബി കണ്ടൽക്കാടുകൾ. ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങൾ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങളാണ് കേട്ടോ. തണ്ണീർത്തടങ്ങൾ. ഇനി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായുള്ള റാംസാർ ഉടമ്പടി ഒപ്പുവെച്ച തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 1971 ഫെബ്രുവരി 2-നാണ് കേട്ടോ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായുള്ള റാംസാർ ഉടമ്പടി ഒപ്പുവെച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ 1971 ഫെബ്രുവരി 2-നാണ്. ഇനി റാംസാർ ഉടമ്പടി നിലവിൽ വന്ന തീയതിയാണ് 1975 ഡിസംബർ 21. റാംസാർ ഉടമ്പടി നിലവിൽ വന്ന തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 1975 ഡിസംബർ 21-നാണ് കേട്ടോ. ഇനി തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി 2-ആണ്. ഫെബ്രുവരി 2. ഇനി 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. ഇനി നിലവിലെ ഏറ്റവും അധികം റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് കേട്ടോ. നിലവിലെ ഏറ്റവും അധികം റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തമിഴ്നാടാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മധുര കേസ്. ഓപ്ഷൻ ബി വിശാഖ കേസ്. ഓപ്ഷൻ സി ഷാബാനു കേസ്. ഓപ്ഷൻ ഡി ഷൈറ ബാനു കേസ്. അത് ഓപ്ഷൻ സി ഷാബാനു കേസാണ് കേട്ടോ. ഷാബാനു കേസ്. ഇനി മുത്തലാഖ് സമ്പ്രദായം ഭരണഘടനയുടെ അനുച്ഛേദം 14 ലംഘനമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കാൻ കാരണമായ കേസ് ഏതാണെന്ന് വെച്ചാൽ അതാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേട്ടോ. മുത്തലാഖ് സമ്പ്രദായം ഭരണഘടനയുടെ അനുച്ഛേദം 14 ലംഘനമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കാൻ കാരണമായ കേസ് ഏതാണെന്ന് വെച്ചാൽ അതാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1 പറയുന്നു ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. നാലാമത്തെ പ്രസ്താവന വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കേരളമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന തീയതി എന്നാണ്? അത് 2007 മെയ് 4-നാണ് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാൽ അത് 2007 മെയ് 4-ആണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പറയുന്നു കാതോർത്ത്. ഓപ്ഷൻ ബി
മംഗല്യ, ഓപ്ഷൻ സി അങ്കനശ്രീ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ എ കാതോർത്ത് പദ്ധതിയാണ് കേട്ടോ, കാതോർത്ത് പദ്ധതി. ഇനി വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അതാണ് മംഗല്യ പദ്ധതി. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് മംഗല്യ പദ്ധതിയാണ്. ഇനി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഉയർന്ന തോതിൽ സബ്സിഡികൾ നൽകി ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് അങ്കനശ്രീയാണ്. വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഉയർന്ന തോതിൽ സബ്സിഡികൾ നൽകി ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് അങ്കനശ്രീയാണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ പി കുഞ്ഞായിഷ, ഓപ്ഷൻ ബി വി ആർ മഹിള റാണി, ഓപ്ഷൻ സി പി സതീദേവി, ഓപ്ഷൻ ഡി എലിസബത്ത് മാമൻ മത്തായി. അത് പി സതീദേവിയാണ്. എത്രാമത്തെ ആണെന്ന് ചോദിച്ചാല് 7ാമത്തെയാണ് കേട്ടോ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു, ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു സെറിബെല്ലം ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്നു. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ ആന്തര സംസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. നാലാമത് പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോ തലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന കേട്ടോ. 3ഉം 4ഉം മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് കേട്ടോ. മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ആന്തര സംസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു കേട്ടോ. ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ആന്തര സംസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അതാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു, ഇവയിൽ ശരിയായ ജോഡികളേവ? ജീവകം അപര്യാപ്തത രോഗമാണ്. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് എ നിശാന്തത, ജീവകം എ നിശാന്തത ശരിയാണ്. B1 അനീമിയ, B9 ബെറിബെറി, ഡി പറയുന്നത് ജീവകം ഡി റിക്കറ്റ്സ്. ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് വെച്ചാൽ അത് റിക്കറ്റ്സ് ആണ് കേട്ടോ. ഇനി ജീവകം B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? അത് ബെറിബെറി ആണ്. ജീവകം B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാല് അത് ബെറിബെറി ആണ്. B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? B3 അത് പെല്ലഗ്രയാണ്. ഇനി B9ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് കേട്ടോ. B9 എന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ബാക്ടീരിയ, രണ്ടാമത് പറഞ്ഞ വൈറസ്, മൂന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടോസവ, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഫംഗസ്. ഏതാ? അത് വൈറസ് ആണ് കേട്ടോ. വൈറസ് ആണ്. ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണെന്ന് ചോദിച്ചാല് അത് വൈറസ് ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ശ്വാസകോശ ക്യാൻസർ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബ്രോങ്കൈറ്റിസ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എംഫിസിമ, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം. അത് ഓപ്ഷൻ ഡി 4 മാത്രമാണ് കേട്ടോ. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ശ്വാസകോശ ക്യാൻസർ ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഉണ്ട്, എംഫിസിമ ഉണ്ട് കേട്ടോ. ഇനി എംഫിസിമ എന്ന് പറയുന്നത് പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. എംഫിസിമ എന്ന് പറയുന്നത് പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഇനി ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമായിട്ടുള്ള രോഗമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇനി
ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു. ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നുണ്ട്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എലിപ്പനി ഡിപ്തീരിയ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ക്ഷയം എയ്ഡ്സ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വട്ടച്ചൊറി മലമ്പനി, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ. ഏതാണ്? ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എലിപ്പനി ഡിഫ്തീരിയ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ക്ഷയം എയ്ഡ്സ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വട്ടച്ചൊറി മലമ്പനി, നാലാമത് പറഞ്ഞിരിക്കുന്നു ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ. അത് ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ് കേട്ടോ. ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണെന്ന് വെച്ചാൽ അത് എലിപ്പനിയും ഡിഫ്തീരിയയും ആണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ശ്രുതി മധുരം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു നയനാമൃതം പദ്ധതി, മൂന്നാമത് പറഞ്ഞിരിക്കുന്നു കരുതൽ ചൈൽഡ് കെയർ, നാലാമത് പറഞ്ഞിരിക്കുന്നു അമൃതം ആരോഗ്യം. അത് ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം. അതായത് നയനാമൃതം പദ്ധതിയാണ് കേട്ടോ, നയനാമൃതം പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് നയനാമൃതമാണ്. ഇനി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗ നിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? അത് അമൃതം ആരോഗ്യമാണ്, അമൃതം ആരോഗ്യം. ഇനി ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളിലെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് കരുതൽ ചൈൽഡ് കെയർ പദ്ധതിയാണ്. ഒന്നുകൂടെ പറയാം. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളിലെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് കരുതൽ ചൈൽഡ് കെയർ പദ്ധതിയാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപിറ്റേഷൻ ഇൻഡെക്സ് അഥവാ SPI? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപിറ്റേഷൻ ഇൻഡെക്സ് അഥവാ SPI? ഒന്നാമത് പറഞ്ഞിരിക്കുന്നു വെള്ളപ്പൊക്കം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു വരൾച്ച, മൂന്നാമത് പറഞ്ഞിരിക്കുന്നു വായുവിന്റെ ഗുണനിലവാരം, നാലാമത് പറഞ്ഞിരിക്കുന്നു വികിരണങ്ങൾ. അത് ഓപ്ഷൻ ഡി, രണ്ട് മാത്രമാണ് കേട്ടോ, വരൾച്ചയാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നു IIT മദ്രാസ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു IIT ബോംബെ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നു IIT ഹൈദരാബാദ്, നാലാമത് പറഞ്ഞിരിക്കുന്നത് IIT ഡൽഹി. അത് IIT ബോംബെ ആണ്, IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ ആണ് കേട്ടോ, IIT ബോംബെ. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം അഥവാ മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ഓപ്ഷൻ എ പറയുന്നു പിയും ക്യൂവും ജലത്തിൽ പൊങ്ങിക്കിടക്കും, ഓപ്ഷൻ ബി പറയുന്നു പി പൊങ്ങിക്കിടക്കും ക്യൂ മുങ്ങുന്നു, ഓപ്ഷൻ സി പറയുന്നു പി മുങ്ങുന്നു ക്യൂ പൊങ്ങിക്കിടക്കും, ഓപ്ഷൻ ഡി പറയുന്നു പിയും ക്യൂവും മുങ്ങിക്കിടക്കുന്നു. ഏതാണ് ആൻസർ? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ, പി മുങ്ങുന്നു ക്യൂ പൊങ്ങിക്കിടക്കും. ക്വസ്റ്റ്യൻ ഇതിങ്ങനെ മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം എന്ന് പറഞ്ഞിട്ട് 900 ഡിവൈഡ് ബൈ 450 അതിനെ വായിക്കുമ്പോൾ 2 ഗ്രാം സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി വാട്ടർ പ്രൂഫ് പാക്കറ്റിന്റെ ക്യൂവിന്റെ സാന്ദ്രത കണ്ടുപിടിക്കാൻ 150 ഡിവൈഡ് ബൈ 300 അപ്പം 1/2 ഗ്രാം സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതായത് 0.5 ഗ്രാം സെന്റിമീറ്റർ ക്യൂബ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശബ്ദത്തിന്റെ തീവ്രത
മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശബ്ദത്തിന്റെ ഘോഷം ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. നാലാമത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അൾട്രാസൗണ്ട്, ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട്, ഓപ്ഷൻ സി ഓഡിയബിൾ സൗണ്ട്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട് ആണ് കേട്ടോ. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻഫ്രാസൗണ്ട് ആണ്. ഇൻഫ്രാസൗണ്ട്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ്, ഓപ്ഷൻ ബി ഡിസംബർ മാസത്തിലെ കറുത്തവാവ്, ഓപ്ഷൻ സി സെപ്റ്റംബർ മാസത്തിലെ കറുത്തവാവ്, ഓപ്ഷൻ ഡി ജനുവരി മാസത്തിലെ കറുത്തവാവ്. അത് ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്തവാവാണ് കേട്ടോ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരെല്ലാം? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ് ആൻഡ് എസ് ഹുല്ലിയർ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ് ആൻഡ് എൽ ഹുല്ലിയർ. ഇനി 2024 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. ജിഫ്രി ഇ ഹിൻറ്റൺ, ജോൺ ജെ ഹോപ്ഫീൽഡ്. 2024 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചവര് ജിഫ്രി ഇ ഹിൻറ്റൺ, ജോൺ ജെ ഹോപ്ഫീൽഡ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് 2024 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഒന്നുകൂടെ പറയാം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് 2024 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. 47, 48 ക്യാൻസൽ ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിലെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. ഇതിന്റെ pH തിരിച്ചറിയുക. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 5.6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 7.4, ഓപ്ഷൻ ഡി 7.8. അത് ഓപ്ഷൻ സി 7.4 ആണ് കേട്ടോ. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവരിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഒന്നാമത് പറഞ്ഞിരിക്കുന്നു ഐസ് ഉരുകുന്നത്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മെഴുക് ഉരുകുന്നത്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, നാലാമത് പറഞ്ഞിരിക്കുന്നത് മുട്ട തിളയ്ക്കുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം മാത്രമാണ് രാസമാറ്റം സംഭവിക്കുന്നത് കേട്ടോ. ഇരുമ്പ് തുരുമ്പിക്കുന്നതും മുട്ട തിളയ്ക്കുന്നതും. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ പറയുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം, ഓപ്ഷൻ ഡി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അത് ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന പദാർത്ഥം ഉപയോഗിക്കുന്നു. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അണുനാശിനികളിൽ ഉപയോഗിക്കുന്നു, ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നു, സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു, റോക്കറ്റുകളിൽ മോണോ പ്രൊപ്പലന്റുകളായി ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ പറയാം. അണുനാശിനികളിൽ ഉപയോഗിക്കുന്നു, ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നു, സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു, റോക്കറ്റുകളിൽ മോണോ പ്രൊപ്പലന്റുകളായി ഉപയോഗിക്കുന്നു. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന കണ്ണിയാർ കളി, ഓപ്ഷൻ ബി മുടിയേറ്റ്, ഓപ്ഷൻ സി അർജുന നൃത്തം, ഓപ്ഷൻ ഡി പാവകളിയാണ്. പക്ഷെ ഇതെല്ലാം അനുഷ്ഠാന കലകൾ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ പറയുന്നു നീരജ് ചോപ്ര, ഓപ്ഷൻ ബി സുശീൽ കുമാർ, ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്ര, ഓപ്ഷൻ ഡി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഒളിമ്പിക്സില് വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അത് ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്രയാണ് കേട്ടോ. ഇനി അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ച ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാല് 2008 ബീജിംഗ് ഒളിമ്പിക്സ് ആണ് കേട്ടോ. 2008 ബീജിംഗ് ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സ് അത്ലറ്റ്സിൽ
സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് വെച്ചാൽ അത് നീരജ് ചോപ്രയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സില് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് വെച്ചാൽ അത് നീരജ് ചോപ്രയാണ്. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ TC ജോസഫ്, ഓപ്ഷൻ ബി PK നാരായണൻ, ഓപ്ഷൻ സി MK മേനോൻ, ഓപ്ഷൻ ഡി PC ഗോപാലൻ. അത് ഓപ്ഷൻ ഡി PC ഗോപാലനാണ്. ഇനി ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ഉറൂബ് അത് PC കുട്ടിക്കൃഷ്ണനാണ് കേട്ടോ. PC കുട്ടിക്കൃഷ്ണൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? വിലാസിനി. അത് MK മേനോനാണ്. ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ഇടമറുക്. അത് TC ജോസഫ് ആണ് കേട്ടോ. ഇനി ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അത് C ഗോവിന്ദ പിഷാരടിയാണ്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടിയാണ്. ഇനി കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അത് ജോർജ് വർഗീസ് ആണ് കേട്ടോ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. ഇനി വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അത് MK ഗോപിനാഥൻ നായരാണ്. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായരും. അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് AP പത്രോസ് ആണ് കേട്ടോ. അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് AP പത്രോസ് ആണ്. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷയിത പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയും മർദ്ദശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കുമാരനാശാൻ നളിനിയാണ് കേട്ടോ. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1998, ഓപ്ഷൻ ബി 1989, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1984. അത് ഓപ്ഷൻ എ 1998 ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് 1998 ആണ്. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? ഓപ്ഷൻ എ ഷബ്ന സുലൈമാൻ, ഓപ്ഷൻ ബി ജയശ്രീ, ഓപ്ഷൻ സി നിഭ നമ്പൂതിരി, ഓപ്ഷൻ ഡി പാർവതി ബറുവ. അത് ഓപ്ഷൻ ഡി പാർവതി ബറുവയാണ് കേട്ടോ. ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ KK ശൈലജ, ഓപ്ഷൻ ബി K രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി VS സുനിൽകുമാർ, ഓപ്ഷൻ ഡി TM തോമസ് ഐസക്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി K രാധാകൃഷ്ണൻ ആണ് കേട്ടോ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ, വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഹാക്കിംഗ്, ഓപ്ഷൻ ബി ആശയവിനിമയ സേവനത്തിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ ടാമ്പർ ചെയ്യൽ, ഓപ്ഷൻ ഡി തിരിച്ചറിയൽ മോഷണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം. ഓപ്ഷൻ എ പറയുന്നു ഹാക്കിംഗ്, ഓപ്ഷൻ ബി ആശയവിനിമയ സേവനത്തിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ ടാമ്പർ ചെയ്യൽ, ഓപ്ഷൻ ഡി തിരിച്ചറിയൽ മോഷണം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ഇനി 60-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗൂഗിള്, ഓപ്ഷൻ ബി ആമസോൺ, ഓപ്ഷൻ സി ആപ്പിൾ, ഓപ്ഷൻ ഡി NIC. അത് ഓപ്ഷൻ ഡി NIC ആണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് NIC, നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. NICയുടെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. ഇനി 61-ാമത്തെ ക്വസ്റ്റ്യൻ, IoT എന്നത്. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഇൻഫർമേഷൻ ഓഫ് തിങ്സ്, ഓപ്ഷൻ ബി ഇൻഫർമേഷൻ ഓഫ് ടെക്നോളജി, ഓപ്ഷൻ സി ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് ടെക്നോളജി. അത് ഓപ്ഷൻ സി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് കേട്ടോ. IoT എന്നത് ഓപ്ഷൻ സി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇനി മൊബൈൽ ഫോണുകള്, ഫ്രിഡ്ജുകള്, കാറുകള്, എയർ കണ്ടീഷണറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന സങ്കല്പമാണ് ഈ IoT എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മൊബൈൽ ഫോണുകൾ, ഫ്രിഡ്ജ്, കാറുകൾ, എയർ കണ്ടീഷണറുകൾ
തുടങ്ങിയ ഉപകരണങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന സങ്കല്പമാണ് IoT എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ഉപകരണത്തിനെയും തിരിച്ചറിയാൻ സമാനമില്ലാത്ത IP അഡ്രസ്സ് നൽകുകയും മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ ഡേറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT എന്ന് പറയുന്നത്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഒറാക്കിൾ, ഓപ്ഷൻ ബി MS ആക്സസ്, ഓപ്ഷൻ സി MS എക്സൽ, ഓപ്ഷൻ ഡി MySQL. ഏതാ? അത് ഓപ്ഷൻ എ ഒറാക്കിൾ ആണ് കേട്ടോ, ഒറാക്കിൾ. ഇനി കാൽക്കുലേഷനുകൾ, അക്കൗണ്ടിങ് കാര്യങ്ങൾ, ഗ്രാഫുകൾ എന്നിവ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് MS എക്സൽ ആണ്. കാൽക്കുലേഷനുകൾ, അക്കൗണ്ടിങ് കാര്യങ്ങൾ, ഗ്രാഫുകൾ എന്നിവ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ അത് MS എക്സൽ ആണ് കേട്ടോ. ഇനി സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായുള്ള ഡേറ്റാബേസ് ആയി ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷൻ ആണ് MS ആക്സസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായുള്ള ഡേറ്റാബേസ് ആയി ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് MS ആക്സസ് എന്ന് പറയുന്നത്. ഇനി ഡേറ്റ സംഭരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അതാണ് MySQL. ഒന്നുകൂടെ പറയാം, ഡേറ്റ സംഭരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അത് MySQL ആണ്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ LAN, ഓപ്ഷൻ ബി MAN, ഓപ്ഷൻ സി PAN, ഓപ്ഷൻ ഡി WAN. അത് ഓപ്ഷൻ ഡി WAN ആണ് കേട്ടോ, WAN. ഇനി ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് വെച്ചാൽ അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ MAN ആണ് കേട്ടോ. ഇനി അതിവിശാലമായ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. ഉദാഹരണം ഇന്റർനെറ്റ്. ഇനി ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് വെച്ചാൽ അത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ PAN. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ, ഓപ്ഷൻ സി ദേശീയ വനിതാ കമ്മീഷൻ, ഓപ്ഷൻ ഡി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. അത് ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ ആണ് കേട്ടോ. ഇനി പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് വെച്ചാൽ അത് 338 ആണ്. പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 338. പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ 338A-യും പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ അത് 338B-യും ആണ് കേട്ടോ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാനാവുന്ന ഉത്തരവുകൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാനാവുന്ന ഉത്തരവുകൾ. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു സംരക്ഷണ ഉത്തരവ്, രണ്ടാമത്തെ പ്രസ്താവന താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, മൂന്നാമത്തെ പ്രസ്താവന നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, നാലാമത്തെ പ്രസ്താവന കസ്റ്റഡി ഉത്തരവ്. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാനാവുന്ന ഉത്തരവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അത് ഓപ്ഷൻ സി പ്രസിഡന്റ് ആണ് കേട്ടോ. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കൊമേഴ്സ്, രണ്ടാമത്തെ പ്രസ്താവന ഓൺലൈൻ പരാതി നൽകൽ, മൂന്നാമത്തെ പ്രസ്താവന പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, നാലാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് മധ്യസ്ഥതയിലുള്ള തർക്കപരിഹാരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണ് കേട്ടോ. 1, 2, 3, 4 വരുന്നുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലുള്ള തർക്കപരിഹാരം. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. ഇനി സി പറയുന്നു
പോലീസ് മൊഴി എടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. ഡി പറയുന്നത് ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പോലീസ് മൊഴി എടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം എന്ന് പറയുന്ന പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ. ഇനി പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഇനി സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ ആയിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. ഇനി മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കരുത് കേട്ടോ. ഇനി രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ആയിരിക്കണം മൊഴി എടുക്കേണ്ടത്. ഇനി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു സാഹചര്യത്തിലും പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ സാധാരണയായി താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ ആണ് രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. പക്ഷെ ഇതിനകത്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ എ സ്മൃതി സുബിൻ ഇറാനി, ഓപ്ഷൻ ബി ഇക്ബാൽ സിംഗ് ലാൽപുര, ഓപ്ഷൻ സി സയ്യദ് ഷഹസാദി, ഓപ്ഷൻ ഡി എ അബ്ദുൾ റഷീദ്. അത് ഓപ്ഷൻ ബി ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേട്ടോ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. നമ്മള് 70 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.